ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു കേക്കിന്റെ റെസിപ്പിയാണ്. ഓവനൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്, ക്യാരറ്റ് കേക്ക്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നതെന്ന്. ആദ്യം തന്നെ കേക്കിലേക്ക് ആവശ്യമായ ക്യാരമൽ തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചൂടാക്കേണ്ടത്. ഇപ്പൊ പഞ്ചസാരയൊക്കെ നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഒറ്റയടിക്കങ്ങ് ഒഴിക്കരുത്, കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. പേടിയുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ചേർക്കാം. ഇത് മുഖത്തേക്കൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഒരു ലേശം അകന്ന് നിന്ന് വേണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാനേ. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം 1 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്ത് മാറ്റിവെക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. െങ്കിൽ 1/4 കപ്പ് പഞ്ചസാര ഇട്ടാൽ മതിയാവും കേട്ടോ. പൊടിച്ച പഞ്ചസാരയാണ് 1 കപ്പ്. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അതൊന്ന് പോവാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം.
ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വലിയ അലൂമിനിയത്തിന്റെ ചരുവം തന്നെയാണ്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഈ പാത്രം ഇറക്കി വെക്കുന്നത്. 5 മിനിറ്റ് നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് കേക്ക് മിക്സ് ഒക്കെ ഇറക്കി വെക്കാനായിട്ട്. ഇതൊരു ഗ്ലാസിന്റെ ലിഡ് ഉപയോഗിച്ചാണ് ഞാൻ അടച്ചു കൊടുക്കുന്നത്. ഈ ലിഡിൽ ഒരു ഹോൾ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അടച്ചു കൊടുക്കാം, യാതൊരു നിർബന്ധവും ഇല്ല. ഇനി ഇത് ബേക്കായി വരാൻ 45-50 മിനിറ്റ് എടുക്കും. ഒരു കാരണവശാലും 35 മിനിറ്റ് കഴിയാതെ ഈ ലിഡ് തുറക്കരുത്. ഗ്ലാസ് ലിഡ് വെച്ചേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പുറത്തുനിന്ന് നോക്കിയാൽ അറിയാൻ പറ്റും ഇതായി വരുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെ നിങ്ങൾ നേരത്തെ ഇത് തുറന്ന് നോക്കിയാൽ ഇത് ബേക്കായി വരുന്ന സമയമായിരിക്കും ഈ കേക്ക് താണു പോവാൻ സാധ്യതയുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അടിവശം എല്ലാം കരിഞ്ഞു പോകും, ഉള്ളൊട്ട് വേവത്തുമില്ല. 30-35 മിനിറ്റ് ആയി വരുന്ന സമയത്ത് ഇതൊന്ന് തുറന്നിട്ട് ഇതുപോലെ കാഷ്യൂ നട്ട്സ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. ക്യാരറ്റ് കേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ക്രിസ്മസിന് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതിയല്ലോ. പിന്നെ ഞാൻ ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, മിക്സി ചെയ്താൽ മതി. നല്ല അടിപൊളി കേക്കായിട്ട് തന്നെ കിട്ടും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, അതുപോലെ സൂപ്പർ ടേസ്റ്റും ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.